ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഷാലോം ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൈവത്തെ പഴിക്കരുത്, ദൈവത്തെ ഉപേക്ഷിക്കരുത്. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യം. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. ഈ വചനം നേരിട്ട് പറയാം. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യം. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് ആനി ജോസഫ്. ഞാൻ പാലാ രൂപതയിലെ തിരുമാറാടി ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ തുടർച്ചയായിട്ട് 5 വർഷം ഇവിടെ വന്ന് അഭിഷേകം. ഇവിടുത്തെ കൺവെൻഷനിൽ 5 വർഷം തുടർച്ചയായി കൂടുന്നു. എന്റെ മകൾക്ക് വിദേശത്ത് പോകുവാനായിട്ട് 2011 മാർച്ച് മാസത്തിൽ 10 ലക്ഷം രൂപ ഒരു ഏജൻസിക്ക് കൊടുത്തു. 10 ലക്ഷം ഏജൻസിയിൽ പെട്ടുപോയി. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ 2011 അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഇവിടെ വരികയും 2011 കഴിഞ്ഞ വർഷം പറ്റല്ലേ? അതെ. കഴിഞ്ഞ വർഷത്തെ ഈ ഭരണങ്ങാനം അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഈ അമ്മച്ചി ശരിക്കും വന്നങ്ങോട്ട് പ്രാർത്ഥിച്ച് 3-ാമത്തെ ദിവസം ആരാധന സമയത്ത് വട്ടായിലേശം പറഞ്ഞ് വിദേശത്ത് പോകുവാൻ തടസ്സമുള്ള 3 മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നു പറഞ്ഞു. തടസ്സങ്ങൾ മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നു എന്നൊരു മെസ്സേജ് കർത്താവ് വെളിപ്പെടുത്തി. അത് അതേപോലെ അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പക്ഷെ എന്റെ മകൾക്ക് പോകുവാൻ സാധിച്ചില്ല. അപ്പൊ ഏജൻസിക്കാർ കൊണ്ടുപോകുന്ന ഓർത്തോണ്ട് ഞാൻ പിന്നെയും പ്രതീക്ഷ കൈവിട്ടില്ല. എന്നിരുന്നാലും ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിലെ അഭിഷേകാഗ്നി പ്രോഗ്രാം വീട്ടിലിരുന്ന് ടിവിയിൽ കണ്ട് മനം മടുക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് കുറ്റപ്പെടുത്തുന്നില്ല, ഈ പ്രാർത്ഥന കേൾക്കണല്ലോ, ദൈവം ഇല്ലേ, ഇനി വെറുതെ പ്രാർത്ഥിക്കണമാണ്, അങ്ങനത്തെ ചില പെട്ടെന്ന് കുറ്റപ്പെടുത്തുന്ന അരൂപികളുണ്ട്. വിശ്വാസമുള്ളവർ ഒരിക്കലും ദൈവത്തെ പഴിക്കുന്ന രീതിയിലേക്ക് പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവർ ജോബിന്റെ പോലെ, അവർ പരിശുദ്ധ കന്യകാമാതാവിനെ പോലെ ദൈവം നയിക്കുന്ന വഴിത്താര് ഉറച്ചു നിന്ന് വിശ്വാസത്തിന്റെ ആ വഴിയിൽ അവർ ബലത്തോടെ മുന്നോട്ട് നീങ്ങും. ഈ അമ്മച്ചി അതേപോലെ തന്നെ. എന്നിട്ട് അങ്ങനെ 2012 മാർച്ച് മാസത്തിൽ മസ്കറ്റിൽ നിന്നൊരു നേരിട്ടൊരു ഇന്റർവ്യൂ വരികയും എന്റെ മകൾ അതിൽ പോയി പങ്കെടുത്തു. അന്ന് 120 പിള്ളേര് ആ ടെസ്റ്റിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. അതിൽ 20 പിള്ളേര് പാസ്സായി. അപ്പൊ അതിൽ എന്റെ മകളും പാസ്സായി. അങ്ങനെ ഒരു പൈസ പോലും മുടക്കാതെ പോകാൻ സാധിച്ചു. വിദേശത്ത് പോയി ജോലി കയറി. ഇപ്പൊ മകള് ജോലിയിലാണോ? അവിടെയാണോ? ജോലി തന്നെയല്ലേ? അവിടെ പോയി ജോലി പ്രവേശിച്ച് ജോലി ചെയ്ത് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം എന്റെ മകനും ഈ 2012 ഡിസംബർ 5-ാം തീയതി വിദേശത്ത് പോയി. അതിനും ഒരു പൈസ പോലും പൈസ മുടക്ക. ആദ്യത്തെ 10 ലക്ഷം പോയത് പോട്ടെ, സാറില്ല. പക്ഷെ ആദ്യം എന്ത് ചെയ്യുന്നറിയോ? പൈസ കൊടുത്ത് എങ്ങനെയാണ് പോകാൻ നോക്കി. അത് കഴിഞ്ഞ് ഒരു കെണി മനസ്സിലായപ്പോ പിന്നെ പൈസ കൊടുക്കുന്ന രീതി നിർത്തി. പിന്നെ ഈശോയോട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശ്വാസം കൊണ്ട് ദൈവസന്നിധി പോയി. അത് ബൈബിളിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നിർദ്ദേശം. നമുക്കൊരാവശ്യം വന്നാൽ നമ്മുടെ ആവശ്യത്തിൽ ദൈവത്തിന് ഇടപെടാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ബൈബിൾ ദൈവമക്കൾക്ക് നൽകുന്ന ഒരു പ്രത്യേക നിർദ്ദേശമാണ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അതനുസരിച്ച് ഇവർ കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച്. നിരാശപ്പെടാനോ ദൈവത്തെ പഴി പറയാനോ ബാക്കി എല്ലാവരും പോയി എന്റെ മക്കൾക്ക് മാത്രം ജോലിയൊന്നുമില്ല കുറ്റപ്പെടുത്താനോ നിരാശ പറയാനോ മനസ്സ് മടുത്തിരിക്കാനോ ഒന്നിനും ഇടവന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ഫലമായിട്ട് 2 മക്കൾക്കും വിദേശത്ത് നല്ല ജോലി കൊടുത്ത് ഒറ്റ പൈസ മുടക്കാതെ പോയി ജോലി ചെയ്യാൻ തക്കവണ്ണം അവർക്ക് വഴികൾ തുറന്നു കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു കുടുംബത്തിന് വേണ്ടി ആ കുടുംബത്തിന്റെ കൂടെ നിന്ന് ഇടപെട്ട ദൈവം ഓരോരുത്തരുടെയും വേദന അറിഞ്ഞ് അവർക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കുടുംബം. ഈ സമയം ആ വേദന എല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹൃദയത്തിലെ ദുഃഖവും വേദനയെല്ലാം ദൈവത്തിലേക്ക് സമർപ്പിച്ച്
നാം വിശ്വസിക്കുന്ന ദൈവത്തിൽ ഹൃദയം അർപ്പിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. എല്ലാവരും ഓരോരുത്തരും അവരവരുടെ ദുഃഖവും ഭാരവും അഭിമുഖീകരിക്കുന്നവരാണ്. രണ്ട് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് അങ്ങോട്ട് ഉയർത്താം. ഈ ഉയർത്തിയ കരങ്ങളിൽ ജീവിതത്തിന്റെ ഭാരങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കാം. കൈകൾ നന്നായിട്ട് അങ്ങോട്ട് ഉയർത്തി പിടിക്കട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, എനിക്ക് വേണ്ടി കരുതുന്ന കർത്താവേ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, കർത്താവേ, എനിക്കായി കരുതുന്നവൻ, എന്റെ യേശുവേ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷയുടെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്ക് കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. കരങ്ങളടിച്ച് കുടുംബമായി കൈയടിച്ച് 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 കർത്താവിനെ ആരാധിക്കുന്നു. എന്റെ ദൈവത്തെ ഞാൻ ഉറച്ചു വിശ്വസിക്കും. എന്റെ ദൈവത്തെ ഒരിക്കലും സംശയിക്കില്ല, ഒരിക്കലും പഴിക്കില്ല. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. എരിതിയിൽ വീണാലും ഗ്ലോറി, ഗ്ലോറി. അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതു തീയിലല്ല, രാജാവേ, യേശുവിൻ കരങ്ങളിലാ. കൈകൾ ഉയർത്തി കൈയടിച്ച് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്ക് കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്ക് കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഇടത്തോട്ട് വലത്തോട്ട് കൈകൾ അടിച്ച് കുടുംബമായി സന്തോഷിച്ച് യേശുവിൽ വിശ്വാസം അർപ്പിച്ച് ആരാധിക്കുന്നു. ഘോരമക്ലേശങ്ങളിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടത്തുന്ന ദേശവത്തെ ഞാനവൻ കരങ്ങളിലാ. കൈ ഉയർത്തി കൈയടിച്ച് പരീക്ഷയെന്ന് ദൈവം അനുവദിച്ച പരിഹാരം എനിക്ക് കരുതിയിട്ടുണ്ട്. പരീക്ഷയെന്ന് ദൈവം അനുവദിച്ച പരിഹാരം എനിക്ക് കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. കൈയടിച്ച് എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്, യേശുവിൻ കൂടെയുണ്ട്, യേശുവിൻ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ വീശി, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കൈകൾ ഉയർത്തി വീശി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. എല്ലാവരും സ്തുതിക്കുന്നു. കുടുംബങ്ങൾ ഒന്നിച്ച് സ്തുതിക്കട്ടെ. എല്ലാ കുടുംബങ്ങളും ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം, ദൈവത്തെ ആരാധിക്കുന്ന അഭിഷേകം നിറയുന്നു. അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷീണങ്ങൾ വിട്ടുമാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു. കുടുംബങ്ങളിൽ അഭിഷേകം നിറയുന്നു, പരിശുദ്ധാത്മശക്തി നിറയുന്നു, പ്രാർത്ഥനാ കൃപകൾ നിറയുന്നു. നല്ല മന്ദതയും മാറുന്നു, മരവിപ്പ് വിട്ടുപോകുന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധന. സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സുഖപ്പെടുത്തണമേ, ഇപ്പോൾ ഇടപെടണമേ, സ്പർശിക്കണമേ, തൊട്ട് സുഖപ്പെടുത്തണമേ. ആരാധന, ആരാധന. യേശുവേ, യേശുവേ. ആരാധന, ആരാധന. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുലിഖിതങ്ങൾ, ഊസ് ദേശത്ത് ജോബ് എന്നൊരുവൻ ഉണ്ടായിരുന്നു.
അവൻ തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി ജീവിച്ചു. അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു അവൻ. അവന് 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോഡി കാളകളും 500 പെൺകഴുതകളും എണ്ണമറ്റ ദാസീദാസന്മാരും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബിന്റെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം ഒരു ദൈവഭക്തനായ മനുഷ്യന്റെ ചിത്രം വരയ്ക്കുകയാണ്. നല്ല പ്രാർത്ഥന, നിഷ്കളങ്കമായ ഒരു മനുഷ്യൻ, കുരുട്ടുബുദ്ധിയോ വളഞ്ഞ വക്രവഴികളോ ഇല്ലാത്തവൻ, ആരെയും ദ്രോഹിക്കാത്തവൻ, എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുന്നവൻ, ദൈവഭക്തനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനും നിഷ്കളങ്കനും ദൈവത്തിന് പ്രിയങ്കരനുമായ ജോബ്. അവന്റെ കുടുംബത്തെ കുറിച്ച് പറയുന്നത് വലിയ സമ്പന്നൻ, പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ജോബ്. ധാരാളം സന്താന പുഷ്ടി, 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്ന ജോബ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ധാരാളം പുത്രസമ്പത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ജോബിന്റെ ജീവിതത്തിലേക്കാണ് അടിക്കടി ഒന്നിനു പുറകെ ഒന്നായി തകർച്ചകൾ വരുന്നത്. പ്രാർത്ഥനയിൽ മുൻപന്തിയിലായിരുന്ന ജോബിന്റെ കുടുംബത്തിലാണ് ഒന്നിനു പുറകെ ഒന്നായി തകർച്ചകൾ. കൂട്ടിയാൽ കൂടാത്ത വിധം, മനുഷ്യനെ നിയന്ത്രിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം എല്ലാ കാര്യങ്ങളും കീഴ്മേൽ മറിഞ്ഞ് തകിടം മറിഞ്ഞ് നിയന്ത്രിക്കാൻ ആർക്കും പറ്റുന്നില്ല. ഒരു കാര്യം നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. ഇതുവരെ എല്ലാം ഒരു നല്ല നിയന്ത്രണത്തിൽ പോയിരുന്ന, നല്ല ദൈവഭക്തി ജീവിച്ചു, പ്രാർത്ഥനയിൽ ജീവിച്ചു, പ്രാർത്ഥനയിലും ബലിയർപ്പണത്തിലും അങ്ങേറ്റം ശ്രദ്ധയുണ്ടായിരുന്ന ജോബാണ്. പക്ഷെ എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ആർക്കും സഹായിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് ഒരുപാട് പേര് തങ്ങളുടെ ജീവനും ജീവിതവും നൽകിയ ദൈവത്തെ പഴിച്ചുപേക്ഷിച്ചു പോകുന്നത്. ഇവിടെയാണ് ദൈവത്തെ പഴിക്കാനുള്ള പരീക്ഷണം ഒരു വ്യക്തി അഭിമുഖീകരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല? ഞാൻ ആരാധിക്കുന്ന ദൈവം എവിടെ? എന്തുകൊണ്ട് എനിക്കിങ്ങനെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. അച്ഛൻ അമേരിക്കയിലുള്ള ഒരു പ്രദേശത്ത് ശുശ്രൂഷയ്ക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ വളരെ തീഷ്ണതയോടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു തീഷ്ണതയുള്ള ഒരു കുടുംബത്തെ കാണാനിട വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിൽ അപ്പൻ, അമ്മ, 2-3 മക്കള്, 1-2 മക്കള്, അങ്ങനെ നല്ല ഒരു പള്ളിയിലെ കാര്യത്തിലൊക്കെ നന്നായിട്ട് നിൽക്കുന്നു, ശുശ്രൂഷയിൽ നന്നായി നിൽക്കുന്നു, നല്ല വിധത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എല്ലാം സന്തോഷമായി പോയി. ജോലിയുണ്ട്, പണമുണ്ട്, ആരോഗ്യമുണ്ട്, മക്കളെല്ലാം സൽസ്വഭാവികള്, എല്ലാം നല്ല വിധത്തിൽ പോവുകയാണ്. ശുശ്രൂഷയിൽ അവർ മകരുവിനെ 1-ാം സ്ഥാനം നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഒരു വാർത്ത, ഇതാ കുടുംബനാഥയ്ക്ക് ക്യാൻസർ. അതുകൊണ്ട് കുടുംബനാഥയുടെ ആ ക്യാൻസർ വളരെ ഗുരുതരമാണ്, ട്രീറ്റ്മെന്റ് ആരംഭിക്കണം, കീമോതെറാപ്പി ചെയ്യണം. അങ്ങനെ വലിയ, പിന്നെ ഒന്നിനു പുറകെ ഒന്നായി എല്ലാം കൈവിട്ടു പോകുന്ന പോലെ തോന്നുക. പ്രാർത്ഥിച്ചിട്ടും ഈ രോഗം മാറുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നം മാറും. അപ്പോ ആ കുടുംബത്തിൽ 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ഇച്ചിരി മുതിർന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ മനസ്സിന് ഇതാ വലിയൊരു പീഡ. അവൻ ചോദിക്കുകയാണ്, വൈ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഇത് സംഭവിച്ച്? എന്തുകൊണ്ട് ദൈവം ഇത് കാണുന്നില്ല? ഞങ്ങൾ ആർക്കും ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ ഉപകാരം മാത്രമല്ലേ ചെയ്തുള്ളൂ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബമല്ലേ, എന്തുകൊണ്ട് ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന്? എത്ര ആലോചിച്ചിട്ടും ഈ ചെറുപ്പക്കാരന്, ഈ കുട്ടിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അവന്റെ പ്രാർത്ഥനയിൽ നിന്ന് അവൻ പതുക്കെ ഡിമ്മായി, അവന്റെ ഉത്സാഹം ഡിമ്മായി, അവൻ പള്ളിയിൽ വരുന്നുണ്ടെങ്കിലും ഒരു ചടങ്ങ് പോലെയായി അവൻ അങ്ങനെ. പക്ഷെ ആ സമയത്ത് അവിടെ ആത്മീയ ജ്ഞാനം പകർന്നു കൊടുക്കാൻ നല്ല കുടുംബങ്ങൾ വേറെ ഉണ്ടായിരുന്നു, നല്ല ബന്ധുക്കൾ, നല്ല മിത്രങ്ങൾ, നല്ല ഇടവ വികാരി, നല്ല ആളുകൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകാര്. അവർ ഈ വിവരം അറിഞ്ഞു. ഇത് ഒരു ആത്മീയ പീഡ ഒരു ദൈവപൈതൽ അനുഭവിക്കുന്നു. അവർ ദൈവവചനത്തിന്റെ വിജ്ഞാനം
ആ കുട്ടിക്കായി വെളിപ്പെടുത്തി കൊടുത്തു. അവൻ അതിൽ നിന്ന് ശക്തി സംഭരിച്ച് അവൻ ഇന്ന് ആ കുടുംബത്തിൽ രോഗമുണ്ട്, ഇന്ന് ആ കുടുംബത്തിലെ ബുദ്ധിമുട്ടൊന്നും മാറിയിട്ടില്ല, രോഗമുണ്ട്, ചികിത്സയുണ്ട്. അങ്ങനെ ആ അമ്മയുടെ സ്ഥിതി രോഗത്തിൽ തന്നെയാണ്. പക്ഷേ ഇന്ന് അവൻ പറയാണ്, എനിക്ക് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി മരിക്കണം, എനിക്ക് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിക്കണം, സ്കൂൾ ഓഫ് ഇവാഞ്ചലൈസേഷൻ എനിക്ക് പോയി ചേരണം, എനിക്ക് കർത്താവിന് വേണ്ടി വേല ചെയ്യണം. നോക്ക്, ആ രോഗം അവിടെ നിൽക്കുകയാണ്, ആ വേദന അവിടെ നിൽക്കുകയാണ്. അതിന്റെ നടുവിൽ അവൻ പ്രാർത്ഥനയുടെ മനുഷ്യനായി മാറി. ഒരു 10-15 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അവൻ ഈശോയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ വേണ്ടി അവൻ കൂടുതൽ കരുത്ത് അവിടെ പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാം ആരിലാണ് വിശ്വസിക്കുന്നത് എന്ന് നാം അറിയണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൽ 1-ാം വകുപ്പിൽ 2-ാം ഖണ്ഡിക അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ആരിലാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നിട്ട് 150-ാം ഖണ്ഡികയിൽ പറയുകയാണ്, വിശ്വാസം എന്നത് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ ഒരു അടുപ്പമാണ്. വിശ്വാസം എന്നത് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ ഒരു അടുപ്പമാണ്. ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്നെ ഉപേക്ഷിക്കാത്ത നല്ല ദൈവത്തിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജീവിതം മെലിഞ്ഞും തെളിഞ്ഞും അങ്ങനെ ഒഴുകി മുമ്പോട്ട് നീങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുകൂലം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കടന്നു പോകും. എന്നാൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവത്തെ പഴിക്കാനോ പാപം ചെയ്യാനോ നാം മുതിരരുത്. അനേകം വ്യക്തികൾ ഒന്നിനു പിറകെ ഒന്നായി തകർച്ച, ബുദ്ധിമുട്ട് കുടുംബത്തിലേക്ക് വരുമ്പോൾ അവർ മനഃപൂർവ്വം മദ്യപിക്കാൻ പോകുന്നു, അവർ മനഃപൂർവ്വം പാപത്തിലേക്ക് പോകുന്നു, അവർ മനഃപൂർവ്വം പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു, അവർ മനഃപൂർവ്വം ദേവാലയ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു. ഇത് ഒരു ദൈവ പൈതലിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നില്ല. സങ്കീർത്തന പുസ്തകത്തിൽ 31-ാം അധ്യായം 24-ാം തിരുലിഖിതം, കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ഇത് ഒരു കുടുംബത്തിന്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ പാലാ രൂപതയിൽ പൈക ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് മരിയ കുരുവിള. 2011 ഭരണങ്ങാനത്ത് നടന്ന അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഒരു നിയോഗവുമായി ഞാൻ കരഞ്ഞ് വിശ്വസിച്ച് യേശുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. എൻ്റെ മോള് 2009 UK സ്റ്റുഡൻറ് വിസയിൽ പോയി. അവളുടെ കൂടെ 30 പേരും ഉണ്ടായിരുന്നു. അന്നൊക്കെ UK ചെന്നാൽ സ്റ്റുഡൻറ് വിസയിൽ നിന്നും വർക്ക് വിസ കിട്ടുവാൻ നിയമമുണ്ടായിരുന്നു. എന്നാൽ മോള് ചെന്ന് കുറച്ചു മാസങ്ങൾക്ക് ശേഷം UK ഗവൺമെന്റ് ആ നിയമം നിർത്തലാക്കി. എങ്കിലും പോയ സമയം അവിടെ നിൽക്കുകയും അതിനിടെ ഈ അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ സോജി ഓലിക്കൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബൈബിൾ കൺവെൻഷൻ എല്ലാ സെക്കൻഡ് സാറ്റർഡേകളിലും ബെർമിംഗ്ഹാം എന്ന സ്ഥലത്ത് ഉണ്ടെന്നുള്ള വിവരം അവൾ അറിയുകയും ചെയ്തു. അന്നു മുതൽ എല്ലാ സെക്കൻഡ് സാറ്റർഡേകളിലും ഡ്യൂട്ടി വേണ്ടെന്ന് വെച്ചിട്ട് പോലും അവൾ അവിടെ പോയി വിശ്വസിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവളുടെ ഫ്രണ്ട്സൊക്കെ എന്നോട് പോലും കംപ്ലൈന്റ് പറയുമായിരുന്നു. അവൾ ആരോഗ്യം പോലും നോക്കാതെ ഈ ധ്യാനം കഴിഞ്ഞ് മടങ്ങി വന്ന് ഉടനെ തന്നെ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ കയറുകയാണ്. പ്രാർത്ഥന വേണാലും. എന്നാലും എൻ്റെ അമ്മയെ ഇങ്ങനെ അവളോട് പ്രാർത്ഥിക്കരുതെന്ന് പറയണമേ എന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു. ഫ്രണ്ട്സ് എല്ലാം എങ്ങനെ ആ സ്നേഹിച്ച് പറഞ്ഞാണ്. പക്ഷേ എങ്കിലും എനിക്ക് അവളുടെ വിശ്വാസത്തെ, നല്ല ഉറച്ച വിശ്വാസം എനിക്കുമുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും നിരന്തരമായി ഈശോയോട് പ്രാർത്ഥിച്ചു. 2012 ഫെബ്രുവരി 25 വരെ അവൾക്ക് വിസ ഉണ്ടായിരുന്നുള്ളൂ. ഇവളുടെ കൂടെ പോയ 29 പേരും ഓരോ ബാച്ചുകളായി നാട്ടിലേക്ക് തിരിച്ചു. ആകെ 30 പേരാണ് പോയത്. 30 പേരിൽ 29 പേരും ബാച്ചായിട്ട് തിരിച്ചു പോന്നു.
ഇവള് മാത്രം പ്രാർത്ഥിച്ചു നിന്ന്. അവരിൽ പലരും ഇവളെ തിരിച്ചു പോരാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഞാനും അവളോട് പറഞ്ഞു, കൂട്ടുള്ളപ്പോൾ അവരുടെ കൂടെ തിരിച്ചു പോരുക. യാത്ര എളുപ്പമുണ്ടാവും. അമ്മച്ചി നല്ല അമ്മച്ചിയാണ്, പറഞ്ഞോളൂ. പക്ഷേ അവൾ എന്നോട് പറഞ്ഞു, അമ്മേ, എന്നെ ഇവിടെ എത്തിച്ച എന്റെ ദൈവം, എന്റെ ഈശോ, വിശ്വാസത്തിന്റെ പുത്രി, പറ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതെന്റെ നാശത്തിനുള്ളതല്ല, എന്റെ ക്ഷേമത്തിനുള്ളതാണ് എന്ന് പല പ്രാവശ്യം അവൾ ഫോണിലൂടെ എന്നെ അറിയിച്ചു. ഫോണിൽ കൂടെ പറഞ്ഞ്. ഏതായാലും 25-ാം തീയതി വരെ വിസ എനിക്കുണ്ടല്ലോ. ഞാൻ 24-ാം തീയതിയെ ഇവിടെ നിന്ന് തിരിച്ചു പോരുകയുള്ളൂ. അപ്പോൾ തിരിച്ചു പോരേണ്ടി വന്നാലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി യേശുവിനെ പഴി ചാരാതെ ഫ്ലൈറ്റിൽ കയറുവാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും പറയുമായിരുന്നു. മിടുക്കിയായ കുട്ടി, ശരിക്കും വിശ്വാസമുള്ള സഭയിലെ വിശ്വാസമുള്ള ഒരു കുട്ടി. എന്റെ ഈശോയെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പഴി പറയാൻ എനിക്കിട വരുത്തരുതെന്ന് അതിനുവേണ്ടി അമ്മ പ്രാർത്ഥിച്ചാൽ മതി. അത്ഭുതമെന്ന് പറയട്ടെ, 24-ാം തീയതി മടങ്ങേണ്ട മോൾക്ക് ഫെബ്രുവരി 6-ാം തീയതി അവൾക്ക് വർക്ക് പെർമിറ്റ് വിസ അടിച്ചു കിട്ടി. 3 വർഷത്തേക്കല്ലേ? എത്ര വർഷത്തേക്കാ? 3 വർഷത്തേക്കുള്ള വിസയും വർക്ക് പെർമിറ്റ് എല്ലാം ഒറ്റയടിക്ക് അങ്ങനെ അടിച്ചു കൊടുത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറമിയ പ്രവചനത്തിൽ 17-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. പ്രാർത്ഥിക്കുന്നവർക്കും അതുപോലെ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവർക്കും വരൾച്ചയുടെയും കടും ക്ഷാമത്തിന്റെയും കൊടും ചൂടിന്റെയും കാലം ഉണ്ടാകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരൾച്ചയുടെ കാലത്തും ഉത്കണ്ഠയില്ലാതെ ഇരിക്കാൻ ഒരു ദൈവ പൈതൃകം ശക്തിപ്പെടുത്തുന്നത് ഞാൻ ആരിലാണ് വിശ്വസിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ഉറപ്പ് വേണം. വിശ്വാസത്തിന്റെ ഒരു ഉറപ്പ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സമയത്ത് ദൈവത്തെ സംശയിച്ച് നാം അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെട്ട് ഉത്കണ്ഠാകുലരായി ദൈവത്തെ പഴിച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് പോകരുത്. ജെറമ്യായുടെ പുസ്തകം 17-ാം അധ്യായം 5-6 തിരുലിഖിതങ്ങൾ, കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, അവന് ഋതുഭേദങ്ങൾ ഉണ്ടാവുകയില്ല. എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയം കർത്താവിൽ നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് പ്രതികൂലവും ബുദ്ധിമുട്ടും വരുമ്പോൾ ഹൃദയം കർത്താവിൽ നിന്ന് അകറ്റി കളയരുത് എന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവ് ഈ നിമിഷം ഓരോ മകനെയും ഓരോ മകളെയും തൊട്ട് വിളിച്ച് പറയുന്നത്. കർത്താവിനെ വിശ്വസിക്കുന്നവൻ, കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഞാൻ ആരിലാണ് വിശ്വസിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഒരുപക്ഷെ പരീക്ഷണത്തിൽ കടന്നു പോകുന്ന സാഹചര്യമായിരിക്കാം, ഒരുപക്ഷെ കഷ്ടത്തിന്റെയും ക്ലേശത്തിന്റെയും രോഗത്തിന്റെയും നടുവിലായിരിക്കാം, എങ്കിലും അവൻ എനിക്കായി കരുതുന്ന കർത്താവ് തന്നെ. ആരാധന, ആരാധന. എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ദൈവത്തെ ആരാധിച്ച് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നു. കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്ക് കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്ക് കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഇരുവശങ്ങളിലേക്കും കൈകൾ താഴ്ത്തി ഇരുവശങ്ങളിലേക്കും കൈയടിച്ച് ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു.
എരികിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷയത്തെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കാൻ കരുതിയിട്ടുണ്ട്. പരീക്ഷയത്തെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കാൻ കരുതിയിട്ടുണ്ട്. എന്തിനെന്നും ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. എന്തിനെന്നും ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. കരങ്ങൾ ഉയർത്തി എല്ലാ ഹൃദയ ദുഃഖങ്ങളും ദൈവസാന്നിധ്യത്തിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, മിത്രമായെന്റെ ഹൃത്താരിൽ വന്നു വാഴുവാൻ കൃപയാകണേ, വാഴുവാൻ കൃപയാകണേ. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും കരങ്ങൾ കൂപ്പി, ദൈവം നല്ല വഴികളിലൂടെ മാത്രം എന്നെ നടത്തുകയുള്ളൂ, എന്റെ കർത്താവ് എന്നോട് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല, സ്നേഹിച്ച് പ്രാർത്ഥിക്കാം. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഇരു കരങ്ങളും യേശുവിന്റെ പക്കലേക്ക് ഉയർത്തി, യേശുവേ യേശുവേ, എല്ലാവരും വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ 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 യേശുവേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, സ്വരം ഉയർത്തി വിളിക്കുന്നു, യേശുവേ